ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു റൈറ്റ് റെസിപ്പീസ്. ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ ഒരു വിഭവമാണ് ബട്ടർ ചിക്കൻ പെപ്പർ റോസ്റ്റ്. ഇതൊരു വെറൈറ്റി ടൈപ്പിലുള്ളൊരു റോസ്റ്റാണ്, വളരെ ഡെലീഷ്യസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാൻ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് മെൽറ്റാക്കി എടുക്കുക. ബട്ടർ മെൽറ്റായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ തന്നെ ചതച്ച ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് 2 വലിയ സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റുക. സവാളയുടെ കളർ ചേഞ്ച് ആവുന്ന സമയം വരെ വഴറ്റിക്കൊടുത്ത് കുക്ക് ചെയ്യുക. സവാളയുടെ കളർ ചേഞ്ച് ആയി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കുക. ഞാനിവിടെ ഇപ്പോൾ 5 വലിയ പച്ചമുളകാണ് ചേർക്കുന്നത്. നമ്മളിതിലേക്ക് ഉണക്കമുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളകും കുരുമുളക് പൊടിയുമാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം തക്കാളി സ്ലൈസ് ചെയ്തത് ചേർത്ത് വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ ഏകദേശം സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് ഇതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 500 ഗ്രാം എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി കട്ട് ചെയ്ത ചിക്കനാണ്. എല്ലോട് കൂടി തന്നെ വേണം, എന്നാലേ ഈ കറിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് പീസ് എടുത്ത് ചെയ്യാം, പക്ഷെ അതിലും കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ എല്ലോട് കൂടിയ പീസ് എടുക്കുന്നതാണ്. ഇതിലേക്ക് ഇനി 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളം പകുതി വറ്റിയിട്ടുണ്ടാവും. കൂടുതൽ സമയം കവർ ചെയ്ത് കുക്ക് ചെയ്താൽ ഈ മാംസമൊക്കെ ഈ എല്ലിൽ നിന്ന് വിട്ടുപോരുകയും അപ്പോൾ നമുക്ക് കഷ്ണങ്ങളായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 5 മിനിറ്റ് മാത്രം നമുക്ക് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ബാക്കിയുള്ള കുക്കിംഗ് എല്ലാം തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇനി ഈ മസാല എല്ലാം നന്നായിട്ട് പൊതിയോളം വെള്ളമൊക്കെ ഡ്രൈ ആയി ചിക്കൻ പീസസൊക്കെ ഏകദേശം ഫ്രൈ ആയി തുടങ്ങുന്ന സമയം വരെ നമ്മളിതുപോലെ ഇങ്ങനെ പതിയെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. ഗരം മസാലയൊക്കെ നല്ലതുപോലെ കഷ്ണങ്ങളിൽ പിടിച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/4 കപ്പ് മല്ലിയില ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഏകദേശം ഇത് രണ്ടും കൂടി 1 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്താൽ മതിയാകും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ബട്ടർ മെൽറ്റായതിനു ശേഷം ചിക്കൻ റോസ്റ്റുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ബട്ടറിൽ കിടന്നൊന്ന് ഫ്രൈ ചെയ്യുക. ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക.
കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ബട്ടറുമായിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല മണമൊക്കെയാണ് കേട്ടോ ബട്ടർ ചേർത്ത് ഫ്രൈ ചെയ്യുമ്പോൾ വരുന്നത്. 3 ടേബിൾ സ്പൂൺ ബട്ടർ കൊണ്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണിത്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് ഗീ റൈസിനും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.